മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ആ മേശ്രി, പുതിയ ആളായതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓ സാർ എന്നെടുത്തോളൂ, ഞാൻ തുറന്നു. ആയിക്കോട്ടെ. കഞ്ചാവാ സാർ. ഓ സലാം സലാം. ഇയാളെന്താ ഈ ചെടിയായിട്ടൊക്കെ? അത് ചീഫ് പെർമിഷൻ കൊടുത്തിട്ടുണ്ട് സാറേ. പാവം കൊച്ചനെ. അറിയിക്കോ. സലാമലൈക്കും. എന്താ ഉറക്കമൊക്കെ സുഖമായിരുന്ന കൃഷ്ണൻ നേരെ? സുഖമായിരുന്നു. പുതിയ വാർഡൻ സാർ വന്നിട്ടുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. ഒരു നമസ്കാരത്തിന് മുഖത്ത് ഇത്രയും വികാരമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല അല്ലേ സാർ? വികാരമൊന്നുമില്ല സാറേ, അവൻ്റെ കാലിൽ ആണിയാ. ഓ എന്താ പറയുന്നത്? പുള്ളി ഇവിടുത്തെ തടവുകാരിലെ തടവുകാരനാ. സാറിന്റെ ദേഹത്ത് വല്ല ഒഴിവോ ചതവോ വല്ലതും ഉണ്ടെങ്കിൽ പുള്ളി തടവി ശരിയാക്കി തരാന്നായി പറഞ്ഞതിന്റെ അർത്ഥം. തടവിക്കുന്നൊക്കെ കൊള്ളാം. പണ്ട് ഇയാൾ ഒരാളെ തടവി കൈ സ്ലിപ്പായി നേരെ മർമ്മത്തേന്ന് കൈ കൊണ്ട് അപ്പ ക്ലോസ് ആയ ആള് ഇപ്പൊ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് അനുഭവിച്ചോണ്ടിരിക്കുക. എടാ കൊട്ടാരം, നിനക്കൊന്ന് കേസുള്ളത് അവയാൻ അല്ല റെഡിയാക്കി. മേശരി, ഞാനും ഇന്നത്തെ ജഡ്ജി നമ്മൾ അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല. ഞാൻ ഇന്ന് കോടതിയിൽ പോയാലും ഇല്ലെങ്കിലും എന്റെ വിധി ഞാൻ പറയാം. ഞാൻ ഉള്ള തന്നെ ഇന്ന് പോണോ? സാർ ഇവൻ ഏത് വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയാലും കൃത്യം 12 മണിയായാലേ അവൻ മോഷണം തുടങ്ങുള്ളൂ. ആണി ഏത് തൊഴിലിനോ അതിൻ്റെതായ കൃത്യനിഷ്ഠമുണ്ട്. അല്ലെങ്കിൽ നിന്റെ പോലെ ജയിലിൽ കിടക്കേണ്ടി വരും. എന്റെ സാറേ, അങ്ങനെ ഒരു വീട്ടിൽ രാത്രി 12 മണിയാകാൻ വേണ്ടി ഇവൻ കാത്തിരുന്നത് കാറിനടിയില്ല. അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. പോയാലെന്ത്, രാവിലെ തന്നെ മുതലാളി എന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് എന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നേരെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ പിന്നീടല്ലേ അറിഞ്ഞത് പുള്ളി മജിസ്ട്രേറ്റ് ആയിരുന്നു. അതേതായാലും നന്നായി. എന്തായാലും കോടതി വരാൻ നിരങ്ങാതെ തന്നെ അവന് നേരെ ഭാര്യ വീട്ടിലോട്ട് വരാനായല്ലോ. ചുമ്മാ സാറേ, എണ്ണ 24. ആ ശരി സാറേ, ഇത് അവസാനം തുറക്കാറുള്ളൂ. എന്താ? ബുള്ളറ്റ് രാഘവന്റെ സെല്ലായത്. എണീറ്റ് എണ്ണം പറടാ. സാറങ്ങോട്ട് നിന്നാട്ടെ. അവൻ ആളല്പം പെശക. കാലത്തെ വല്ല ബോഞ്ചാനും അടിച്ച് കയറ്റിക്കണം. സാർ ചെല്ലു. സാറേ, എണ്ണ 24 ശരിയാണോ? ആ ഓക്കെ ആണ്. ഞാൻ ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് ഒപ്പിട്ടേക്കാം. ശരി സാർ. അപ്പൊ ശരി മേശ്രി. എന്നാ പിന്നെ എല്ലാരും ഇറങ്ങിക്കോ. ശരി മേശ്രി. എട്ടാം കെട്ടിലുള്ളവരെ ഇന്ന് വെട്ടിയുടെയാണ്. എട്ടാം കെട്ടിലുള്ളവരെ ഇന്ന് വെട്ടിയുടെയാണ്. മേശരി, ബുള്ളറ്റ് രാഘവൻ എന്തോ വെട്ടണമെന്ന് പറഞ്ഞു. ഓ തന്നെ, എന്നിട്ടാണ് അവൻ വന്ന് എന്റെ എന്തെങ്കിലും വെട്ടെ. ഒന്ന് പോയേ, എനിക്ക് വെട്ടാൻ നല്ല ഐശ്വര്യ തല ഉണ്ട് തന്നെ. ജയിലില് ഐശ്വര്യമുള്ള തല. ഓ ഇത് തലേ ഐശ്വര്യം കൂടിയാലും പാടാം. മേശ്രി, പുള്ളി ഏതോ അറബ് നാട്ടുകാരനാ. ഇവിടെ ചികിത്സയ്ക്ക് വന്നത്. കയ്യിലുണ്ടായിരുന്ന കാശും പാസ്പോർട്ടും ഒക്കെ കറണ്ട് അടിച്ചോണ്ട് പോയി. ഇനിയിപ്പോ എംബസിയിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് വേണം കൊണ്ടുപോകാൻ. അത് ശരി. അതുവരെ ഇവിടെ കിടക്കും. നല്ല പാട്ടുകാരനാ. പാട്ടൊക്കെ അറബിയിലാണെന്ന് ഓർത്തിട്ടുണ്ട്. നോക്കാൻ പറ്റിയ കണ്ണാടി ചേട്ടാ. എന്ത് പണിയാണ്! ഒരു കാലത്ത് നീ ഇവിടുന്ന് പോയില്ല. വെള്ളം കാണാത്ത എങ്ങോട്ടേ പോകട്ടോ.
മാറി ഇത് കുറയടാ. ഇവിടെ ഇന്നും ചപ്പാത്തി തന്നെടാ. ഒന്നും കൂടെ അവന്റെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടു. കൃഷ്ണനാരെ, ഇത് കൊല്ലാനാണോ അതോ വളർത്താനാണോ? ഇങ്ങനെ അറിയണോ കൊല്ലാനാണോ? എന്താ ജയിലിലെ ചപ്പാത്തിയല്ലേ, എറി മാറിക്കൊണ്ട പ്രാവ് ചെത്തും. ഒരു കഷ്ണം ഇങ്ങോട്ടും അറിയാം. ഞങ്ങളും മിണ്ടാപ്രാണികളാണ്. ഈ നായർ പോയ പിന്നെ പ്രാവൊക്കെ എന്ത് ചെയ്യും? പ്രാവും പോവും. കൃഷ്ണനാരെ, പ്രാവ് ചപ്പാത്തി തിന്നുന്നില്ലേ? പുള്ളിക്കാരൻ ഇങ്ങനെ എന്നും രാവിലെ കിട്ടുന്ന ചപ്പാത്തി കൊണ്ടുവന്ന് ഈ പ്രാവുകൾ കിട്ടുള്ളൂ. ഈ ജന്മനാ കുറ്റവാളികളായിട്ടുള്ളവരും വാടകയ്ക്കെടുത്ത കുറ്റവാളികളുമല്ലാത്ത സാധാരണക്കാരിൽ 60% പേർക്കും അവർ ചെയ്ത പ്രവൃത്തിയിൽ അവർക്കൊരു ന്യായമുണ്ട് സാറേ. പക്ഷേ അതൊന്നും നിയമം നോക്കാറില്ലല്ലോ. രാഘവേട്ടാ, സുഖം എത്തി. ഇപ്പൊ കൊണ്ടുരാശനെ കൊണ്ടുപോടാ. എടാ രാഘവൻ ചേട്ടന് ചായം ചപ്പാത്തി കൊണ്ട് ഓടാ. അണ്ണാ, ഞാൻ പട്ടിണി കിടക്കാം, പക്ഷെ എന്റെ ചാരിത്രം കളയാ ഞാൻ ഇല്ല. ചരിത്രം ഇതുവരെ പോയില്ലേ? എങ്കി വാ. വട്ടക്കണ്ണ സുഖു. നീ വാടാ. വട്ടക്കണ്ണ സുഖമല്ല, കാമക്കണ്ണ സുഖമാണ്. രാഘവൻ ചേട്ടൻ ചപ്പാത്തി കൊടുക്കടാ. രാഘവൻ ചേട്ടോ, കൊണ്ടുപോടാ ചപ്പാത്തി. നീ പോ. വാടാ, ഇരിയടാ. ചപ്പാത്തി കൊടുക്കണം. എന്താ എന്തുപറ്റി? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അവനെ വിട്. പറഞ്ഞിട്ട് വന്നതാ. സാറേ, രാഘവന് വിശക്കുന്നുണ്ട്, അവനെ അങ്ങ് വിട്. രാഘവ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ഇല്ലെങ്കിൽ സാറിന്റെ വീട്ടില് ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടത്താ. രാഘവ, നീ സെല്ലിലോട്ട് പോ. സാറ് പുതിയതാ. മേശ്രി, എന്നെ പറ്റി പറഞ്ഞുകൂടെ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. നീ സെല്ലിലോട്ട് പോ. പോ പോ. എന്നെ ഒലത്താൻ വന്നേക്കുന്നവൻ. സാറേ, അവനാണ് പെശക. നമുക്ക് പറ്റിയ ആളല്ല. സാറ് പോയാട്ടെ. പോടാ.